ശബരിമല സ്വർണ്ണപ്പാളി കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ശബരിമല സന്നിധാനത്തും ബംഗളൂരുവിലും എത്തി നിർണായക വിവരങ്ങൾ SIT ശേഖരിച്ചിട്ടുണ്ട്. കേസിൽ EDയുടെ വിവരശേഖരണവും തുടരുകയാണ്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ഈ കഴിഞ്ഞ ദിവസം വന്ന പ്രതികരണങ്ങൾ, വെളിപ്പെടുത്തലുകൾ, ഒപ്പം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു റിപ്പോർട്ട്, FIRലെ പരാമർശങ്ങളടക്കം ദേവസ്വം ബോർഡ് അടക്കം പ്രതികളാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഒന്നാം പ്രതിയടക്കം ഈ പ്രതിപട്ടികയിലുള്ളവരെയെല്ലാം ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനുമുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുകയാണ്. സ്വപ്ന, ഈ കഴിഞ്ഞ ദിവസം വന്ന FIRലെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു. അതിലാണ് ഈ പ്രതിപട്ടിക പൂർണ്ണമായും പുറത്തു വരുന്നത്. അതിൽ 8ാം പ്രതിസ്ഥാനത്തുള്ളത് മുൻപ്, അതായത് 2019 ഈ സ്വർണ്ണപ്പാളി വിവാദങ്ങൾക്കൊക്കെ തന്നെ തുടക്കം കുറിച്ച, അല്ലെങ്കിൽ ആ സ്വർണ്ണ കവർച്ച നടക്കുന്ന 2019 സമയത്ത് ഈ ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന അംഗങ്ങളാണ് ഇതിൽ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നത്. ആ അംഗങ്ങൾ ഇത്തരത്തിൽ ഈ സ്വർണം കവർച്ച ചെയ്യാൻ സഹായിച്ചവരുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ ആ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട്. ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളൊക്കെ തന്നെ പ്രതിപട്ടികയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളെയും ചോദ്യം ചെയ്യുന്നതിനും അതുപോലെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുമുള്ള ഒരു സാധ്യത ഇപ്പോൾ മുന്നിൽ കാണുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ഒക്കെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പുറത്തേക്ക് വരുന്ന വിഷയം. എത്രയും പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അവരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ ദേവസ്വം 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന വ്യക്തികളൊക്കെ തന്നെ ഈ പ്രതിപട്ടികയിൽ ചേർക്കുന്നത്. അവർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ഇല്ലയോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ ചോദ്യം ചെയ്യലും വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും പുറത്തു വരിക. ഏതായാലും നിലവിൽ SIT ഈ ബംഗളൂരുവിലും അതുപോലെ തന്നെ ചെന്നൈയിലും ഒക്കെ തന്നെ അന്വേഷണങ്ങളൊക്കെ തന്നെ നടത്തി നിർണായക വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ആയാലും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആയാലും ചോദ്യം ചെയ്യലിനും കസ്റ്റഡിയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കുന്നത്. ഈ ബംഗളൂരുവിൽ നിന്നൊക്കെ തന്നെ പല നിർണായകമായ വിഷയങ്ങൾ SIT ശേഖരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുപോലെ തന്നെ നിലവിൽ EDയും അവരുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അന്വേഷണങ്ങളൊക്കെ തന്നെ നിലവിൽ പുരോഗമിക്കുകയാണ്. ഈ ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ SIT ശേഖരിച്ച വിഷയങ്ങളൊക്കെ തന്നെ വിശദമായി പഠിച്ചതിന് ശേഷമായിരിക്കും ED മറ്റു നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ കടക്കുക. ഈ കളവുപോയ സ്വർണം കണ്ടെത്തുക, അതുപോലെ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങൾ വ്യാജമായി നിർമ്മിച്ചത് എവിടെ എന്നത് കണ്ടെത്തുക തുടങ്ങിയതാണ് ഏറ്റവും ആദ്യം ചെയ്യുക, ഏറ്റവും പ്രാഥമികമായി ചെയ്യുക. ആ വിഷയങ്ങളായിരിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് വിഷയങ്ങളിലേക്കൊക്കെ തന്നെ കടക്കുക. മാത്രമല്ല EDയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൌത്യം എന്ന് പറയുന്നത് ഈ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ, കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ കണ്ടുപിടിക്കുകയാണ് EDയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായിട്ടുള്ള ദൌത്യം. അതിനുശേഷമായിരിക്കും ഈ സ്വർണ്ണപ്പാളി വിവാദത്തിലെ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുക. ഈ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം കവർച്ച നടത്തിയ സ്വർണം ആദ്യം വീണ്ടെടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ കടക്കുക. അതേസമയം സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഈ വിവാദം തുടങ്ങിയത് മുതൽ പ്രതിഷേധങ്ങൾക്ക് ഒട്ടും അയവില്ല. പ്രതിഷേധങ്ങളും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഏതായാലും ഇന്നും ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിഷേധം ശക്തമാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ദേവസ്വം പ്രസിഡന്റിന്റെ വീട്ടിലേക്കും അതുപോലെ തന്നെ ദേവസ്വം സെക്രട്ടറിയുടെ വീട്ടിലേക്കും ഈ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഏതായാലും ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുമ്പോൾ ഈ 2019 ദേവസ്വം ബോർഡ് ഉൾപ്പെടെ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഇതിൽ ആരൊക്കെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നു ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തുവരികയുള്ളൂ. ഏതായാലും നിലവിൽ ഈ പ്രതിഷേധവും തുടരുകയാണ്. EDയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങളും ഒക്കെ തന്നെ പുരോഗമിക്കുകയാണ്. സ്വപ്ന.